ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കലിയുഗത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളോട് ഭയങ്കര വാത്സല്യങ്ങളാണ്. അതുപോലെ തന്നെ വയസ്സായവർക്ക് അമ്മയ്ക്കും അച്ഛനും മാത്രമല്ല അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കുഞ്ഞുങ്ങളോട് ഭയങ്കര വാത്സല്യമാണ്, സ്നേഹമാണ്. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് അവരുടെ ദുശീലങ്ങൾ, അവരുടെ ദുർവാശികൾ എല്ലാം അംഗീകരിച്ചു കൊടുക്കും. സന്തോഷത്തോടെയാണ് അംഗീകരിക്കുന്നത്. കുറച്ച് കാലങ്ങൾ കഴിയും തോറും അവർ വളർന്നുകൊണ്ടേയിരിക്കും തോറും അവരുടെ ദുശീലങ്ങളും ദുർവാശികളും കൂടി വരും. പക്ഷേ അത് അമ്മയിലും അച്ഛനിലും അപ്പൂപ്പനിലും അമ്മൂമ്മയിലും എല്ലാം ഒതുങ്ങി നിൽക്കും. കുറേ കൂടെ വളരുമ്പോഴത്തേക്കും അവരുടെ കൈ വിട്ടുപോകും. അവർക്ക് ഇവരെ ഒതുക്കാൻ കഴിയില്ല. കുട്ടികൾ വളർന്ന് പന്തലിച്ച് കഴിയും. അപ്പോഴത്തേക്കും അവർ സർവനാശങ്ങളും വിലക്കെടുത്ത് കഴിയും. അവരുടെ ശരീരവും മനസ്സും സർവനാശങ്ങളുടെ കലവറയായി അവർ മാറ്റിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും ചിലപ്പം ഭൂമിയിൽ ഉണ്ടാവില്ല. അച്ഛനും അമ്മയും തളർന്നു പോകുന്ന അവസ്ഥയുമായിരിക്കും. തനിക്ക് തണലാവേണ്ട മക്കൾ തനിക്ക് വലിയ ഭാരമായി മാറും. ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അച്ഛനും അമ്മയ്ക്കും അറിയാത്തതല്ല, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അറിയാത്തതല്ല തൻ്റെ വാത്സല്യത്തിനെ ഉള്ളിൽ ഒതുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും തങ്ങൾക്ക് ഉതകുന്നതാണോ, അവർക്ക് ചേരുന്നതാണോ, അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായത്തിന് പകരം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വഷളാവുന്നതിനേക്കാളും അവർക്ക് ചെറുതിലേ കൊച്ചു ജോലികൾ കൊടുത്ത്, അവർക്ക് എടുക്കാൻ പറ്റുന്ന ജോലികൾ കൊടുത്ത് അവർക്കതിൽ വിജയം കണ്ടെത്തി അതിനനുസരിച്ച് നീങ്ങി സ്നേഹം എന്താണെന്നും വാത്സല്യം എന്താണെന്നും അച്ഛനും അമ്മയെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നും ഉള്ള ബോധവും, തൻ്റെ ജോലി എന്താണ്, പഠിക്കാനുള്ളതാണ് തൻ്റെ ജോലി എന്നും തനിക്കതിന് കഴിയുമെന്നുമുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു രക്ഷകർത്താക്കൾക്ക് സാധിക്കും. ഒരു വയസ്സായ അച്ഛനും അമ്മയ്ക്കും സാധിക്കും. അതവർ മറച്ചു വച്ച് സുഖത്തിൻ്റെ പിന്നാലെ പായുന്നത് കാരണം അവർക്ക് നഷ്ടപ്പെടുന്നത് വൻ ഭാഗ്യം. അവരെ കാത്തിരിക്കുന്ന മഹാഭാഗ്യമാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. അവർക്ക് നഷ്ടപ്പെടാനുള്ള കാരണം മുതിർന്ന ആൾക്കാരാണെന്നുള്ള ബോധവും ഉള്ളിൽ വേണം. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും. നിങ്ങൾ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഇനിയുള്ള തലമുറകളെ ആരെയും നശിപ്പിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ കൊണ്ടുപോയി നല്ലതാക്കുക. ലോകത്തിന് അവരെ സമ്മാനിക്കുക. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം അവർക്കുണ്ടാക്കി കൊടുക്കുക. എല്ലാ ഭാഗ്യവും അവർക്ക് കിട്ടും. നമുക്കെല്ലാം കൊടുക്കാനും കഴിയും. നമ്മളോടൊപ്പം എപ്പോഴും ഈശ്വരനുണ്ടാവും. ഈശ്വരൻ്റെ അനുവാദത്തോടുകൂടി ആശീർവാദത്തോടുകൂടി നമുക്ക് നല്ല തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.